ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോറൽ പുതിയൊരു ഫീച്ചറാണ് നോക്കുന്നത്. കോറൽ ഡ്രോ 2021. ആദ്യം നമുക്ക് കോറൽ ഡ്രോയിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അത് കുറച്ച് പേജുകൾ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഈ കോറൽ ഡ്രോ ഫയലിൽ 10 പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഓരോ ഷേപ്പും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളർ പാനലിൻ്റെ അടുത്തുള്ള ഡോക്കറിൻ്റെ അകത്തുനിന്ന് പേജസ് സെലക്ട് ചെയ്യാം. ഇവിടെ പേജസ് കാണുന്നില്ലെങ്കിൽ വിൻഡോ മെനുവിൽ ഡോക്കേഴ്സിൻ്റെ അകത്ത് പേജസ് നമുക്കിവിടെ മുകളിൽ 2 ചെറിയ ഐക്കൺ കാണാം. ഒരെണ്ണം സിംഗിൾ പേജ് പ്രിവ്യൂവും മറ്റേത് മൾട്ടി പേജ് വ്യൂവുമാണ്. ഡിഫോൾട്ടായിട്ട് സിംഗിൾ പേജ് വ്യൂ ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ എല്ലാ പേജുകളും നമ്മുടെ വർക്ക് സ്പേസിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ 4 ബോക്സ് ആയിട്ടുള്ള ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ ലേഔട്ട്, അതിൻ്റെ താഴെ കോളംസ്, താഴെ സ്പേസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന കോളത്തിൻ്റെ അകത്ത് വരുന്നത് ഒരു നിരയിൽ നമുക്ക് എത്ര കോളം വേണമെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ 10 കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ 10 പേജും ഒരൊറ്റ നിരയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പേസിങ് നോക്കാം. ഡിഫോൾട്ടായിട്ട് 42 mm ആണ് സ്പേസിങ് കൊടുത്തേക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഈ പേജുകൾ ഡ്രാഗ് ചെയ്തിട്ട് ഏത് പൊസിഷനിലേക്ക് മാറ്റാം. 1ാമത്തേത് 10ാമത്തെ ആക്കാം, 10ാമത്തെ 1ാമത്തെ ആക്കാം. ഇടയ്ക്കുള്ള പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഏത് പേജ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വെറുതെ ഡ്രാഗ് ചെയ്ത് മാറ്റിയിട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരു പേജിലുള്ള കണ്ടൻറ്റ് വേറൊരു പേജിലേക്ക് മാറ്റാനായിട്ട് വെറുതെ ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ടാൽ മതി. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നതിന് ചുമ്മാ വെറുതെ ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ മാത്രം മതി.